DP3 ആണ്. 3 എങ്ങനെയാണെന്നറിയോ? DP1 ഇല്ലേ, അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതായിരുന്നു? DP1 സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാ? ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ക്യാഷ് അല്ലേ? എന്നിട്ട് എൻ്റെ എത്ര കിട്ടി നിങ്ങൾക്ക്? അല്ല DP1 1ൻ്റെ എത്ര കിട്ടി? 7000. പിന്നെ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി? 7500 സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഏതെത്തുക? 4000 എത്തുന്ന രീതിയിൽ. ഓക്കെ അല്ലേ? മറ്റേ ക്യാഷ് ബുക്ക് അല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെ ഏതാ? പാസ്ബുക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതുക പറ? ബാലൻസ് ആസ് പെർ എന്തെഴുതും? പാസ്ബുക്ക്. എത്രയാ? എന്നിട്ട് ആഡ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നമുക്ക് അങ്ങനെ പറയണ്ടല്ലോ, അതൊരു രസമല്ലല്ലോ. അതൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യണം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. കൂടെ വരൂ. നോക്കാനാ ഉദ്ദേശിച്ചത്. നോക്കാം. ഇത് ഫ്രഷ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് പറ പിടിച്ചോ. റൈറ്റ് ഹാൻഡ് ഏതാണ്? ക്യാഷ് ബുക്ക്. ലെഫ്റ്റ് ഏതാ? പാസ്ബുക്ക്. ഫസ്റ്റ് ആയിട്ട് ഏതാ? ചെക്ക് എന്ത് ചെയ്ത്? ഇഷ്യൂഡ് ആണ് അല്ലേ? 6000 നോട്ട് ക്യാഷ്ഡ്. ഇഷ്യൂ ചെയ്യുമ്പോൾ എവിടെ നിന്ന് കുറയ്ക്കും? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കും. നമുക്കിനി ക്യാഷ് ബുക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തല്ല? ക്യാഷ് ബുക്ക് അല്ല. പാസ്ബുക്കിന് എന്ത് ചെയ്യണം? കുറയ്ക്കണം, മൈനസ് വരും. അടുത്ത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു പാസ്ബുക്കിൽ. എവിടെ കൂടും? ക്യാഷ് ബുക്ക് മാറ്റണ്ടാവില്ല. ഏതാണ്? പാസ്ബുക്ക് എന്ത് ചെയ്യും? കൂടും. സംശയമുണ്ടോ? സംശയമുണ്ട്. ക്യാഷ് ബുക്ക് ഏതാ? റേറ്റ്. ലെഫ്റ്റ് ഏതാ? പാസ്ബുക്ക്. 600 രൂപ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു, വിച്ച് മീൻസ് നമുക്ക് ഇൻട്രസ്റ്റ് എന്ത് തന്നു പറയുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് തരില്ലല്ലോ. ബാങ്ക് നമ്മുടെ ഏതിൽ കൂട്ടും? പാസ്ബുക്കിൽ കൂട്ട്. പാസ്ബുക്കാണ് കുത്തും ഞാൻ പിടിച്ചിട്ട്. വലത് കൈയല്ലേ ക്യാഷ് ബുക്ക്? വലത് ക്യാഷ് ബുക്ക്, ഇടത് പാസ്ബുക്ക്. അപ്പോൾ എവിടെ കൂടി? പാസ്ബുക്കിൽ കൂടി. ഇനി ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ഈക്വലാക്കാൻ കൂട്ടണം. തെറ്റിപ്പോയി. ക്യാഷ് ബുക്കിൽ ഈക്വലാക്കാൻ കൂട്ടണം, ശരിയാണ്, ഞാൻ പറഞ്ഞത് തെറ്റില്ല. പക്ഷേ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? പാസ്ബുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ബാങ്കിലെ അക്കൗണ്ടന്റിനോട് പറയണം നിങ്ങൾ പണിയോ 600 രൂപ കൂട്ടിയോ ഒന്ന് കുറക്കുമോ എന്ന് പറയലാണോ? അല്ല. എവിടെ കൂട്ടലും കുറക്കില്ല? നമ്മളുണ്ടാക്കുന്ന താൽക്കാലിക ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൻ്റെ ഭാഗമല്ലാത്ത BRS എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്ത നെക്സ്റ്റ് പറയൂ. ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ. എത്രയും 3000 അല്ലേ? അപ്പോൾ എവിടെ കൂടി? പിടി. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും? കൂടും. പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? യെസ്. അടുത്തതാണ് ഇൻട്രസ്റ്റ് അലോഡ് ബൈ ബാങ്ക്. അങ്ങനെ പറഞ്ഞാൽ ബാങ്കിൽ പൈസ കൂടി, പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? ആ ബാങ്ക് പറയുമ്പോൾ ബാങ്ക് മീൻസ് പാസ്ബുക്കിൽ പൈസ കൂടി. എന്ത് ചെയ്യണം? നീ ഈക്വലാക്കാൻ കുറയ്ക്കണം. അടുത്തതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജ് ഡെബിറ്റഡ് എന്ന് പറഞ്ഞല്ലേ. എക്സ്ക്യൂസ് മീ, ഒരു പോയിന്റ് എഴുതി വെക്കാം. നോക്ക്, ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആഡാ. ബാങ്കിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ആണ്. പാസ്ബുക്ക് എന്ത് ചെയ്യും? ഇൻക്രീസ്. ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്ബുക്ക് എന്ത് ചെയ്യും? കുറയും. സംശയമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഈ 300 രൂപ എന്ത് ചെയ്യാണ്? ഡെബിറ്റ് ചെയ്യാതില്ലല്ലോ. അപ്പോൾ പിടിക്കും. പാസ്ബുക്ക് എന്ത് ചെയ്യും? കുറയും. പാസ്ബുക്കിനപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഒന്ന് ചെയ്ത് നോക്കിയേ. 7500 എടുക്കുക, എന്നിട്ട് ഇത് 3 എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക, 2 ആഡ് ചെയ്യുക, എന്നിട്ട് എത്ര വരും നോക്കൂ. എടുക്കൂ, കാൽക്കുലേറ്റർ എടുത്തിട്ട് എനിക്ക് കാണിച്ചുകൊണ്ടാ. 7500 സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബാലൻസ് ആസ് പെർ ഏതാ? പാസ്ബുക്ക്. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് കാണിച്ചോണ്ടടാ. കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് അതിൽ 7500 അടിക്കുക. ഈ ബോർഡിലില്ലേ മൈനസും ലെസ്സും മൈനസും ആഡും, അത് ചെയ്തിട്ട് എത്ര വരും നോക്ക്. എന്നിട്ട് 5000 4000 കിട്ടുന്നുണ്ടോ നോക്ക്. നോക്കി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.